ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറയുവാനാണ്. ചെറിയ കമ്പനികളോ അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനി അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മൾക്ക് വിശ്വസിക്കാവുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളിൽ പലരും ആഗ്രഹിക്കും നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണമെന്ന്, അതായത് വർക്ക് ഫ്രം ഹോം. അത് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണിത്. നമുക്ക് ചിലപ്പം വീട്ടിൽ ഇരുന്ന് അപ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുവാനായിട്ട് നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ് കാണത്തില്ല, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ കാണത്തില്ല, അല്ലെങ്കിൽ വൈഫൈ കാണത്തില്ല. ഇതെല്ലാം നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ വർക്ക് ചെയ്തു കൊടുത്താൽ അതിന് നമുക്ക് പൈസ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ജോബ് എന്തുവാണെന്ന് പറഞ്ഞാൽ VKYC, വീഡിയോ നോ യുവർ കസ്റ്റമർ. അതായത് ബാങ്കിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവർ നോ യുവർ കസ്റ്റമർ ഉണ്ട്, YKC ഉണ്ട്. ഇത് വീഡിയോ വഴി, അതായത് ബാങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ, അപേക്ഷിക്കുന്നവർ, പുതിയ അക്കൗണ്ട് എടുക്കുന്നവർ, ഇവരുടെ എല്ലാം അവരുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിലൂടെ അവരുമായിട്ട് സംസാരിച്ച് കൺഫേം ചെയ്ത് ബാങ്കിനെ അറിയിക്കുന്ന ഒരു വർക്ക്. ഇപ്പോൾ ഈ ജോബിന് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാൻ പറ്റും. ഓൺലൈനിൽ അപേക്ഷിക്കുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ബാങ്കിൻ്റെ ആ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾ അപേക്ഷ കൊടുക്കണം. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപേക്ഷിക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂം തയ്യാറാക്കി വെക്കണം. ആ റെസ്യൂം നമുക്ക് ഈ അപേക്ഷിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനിയുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങൾക്കൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ആ ഇമെയിൽ ID വെരിഫിക്കേഷൻ, അതാണ് ഞാൻ ഈ മേളിൽ കാണിച്ചിരിക്കുന്ന 2 മെസ്സേജ് നമുക്ക് വരും. നമുക്കിത് ഓൺലൈനിലൂടെ അപേക്ഷിക്കാം. ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് നമ്മുടെ ഇമെയിൽ ID ചോദിക്കും. ആ ഇമെയിൽ ID നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഇമെയിൽ IDയിൽ ഒരു OTP വരും, വെരിഫിക്കേഷൻ കോഡ് വരും. ആ കോഡ് പിന്നെ നമുക്ക് ഇതിനകത്ത് ആദ്യം വരുന്ന മെസ്സേജ് ഇതാ: ജസ്റ്റ് 1 മോർ സ്റ്റെപ്പ് ബിഫോർ യു ഗെറ്റ് സ്റ്റാർട്ടഡ്, യു മസ്റ്റ് കൺഫേം യുവർ ഐഡൻറ്റിറ്റി യൂസിങ് ദ 1 ടൈം പാസ് കോഡ് 628532. ദിസ് വിൽ കോഡ് 10 മിനിറ്റത്തേക്കേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഈ കോഡ് നമ്മൾ വീണ്ടും നമ്മൾ അതിനകത്ത് വീണ്ടും നമ്മൾ ആ കോഡ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകും. അപ്പം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷനുള്ള ഡീറ്റെയിൽ എല്ലാം അവിടെ ചോദിക്കുക. ആ ഡീറ്റെയിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ബയോഡേറ്റ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അത് ചോദിക്കും. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം വരുന്ന മെസ്സേജായത്: ബി റിസീവ്ഡ് യുവർ ജോബ് ആപ്ലിക്കേഷൻ ഫോർ അസോസിയേറ്റ് VKYC സപ്പോർട്ട്. അതാണ് ഈ ജോബ് വേക്കൻസി അസോസിയേറ്റ് VKYC സപ്പോർട്ട്. If your profile correspondent to your requirement, a member of the റിക്രൂട്ടിംഗ് ടീം വിൽ കോൺടാക്റ്റ് യു. ഇത് നമ്മുടെ ബയോഡേറ്റ അവരുടെ റിക്വയർമെൻറ്റുമായിട്ട് സൂട്ടാണെങ്കിൽ അവർ നമ്മളെ വിളിക്കും. ഇങ്ങനെ 2 മെസ്സേജ് നമുക്ക് വരും. SBIയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന മെസ്സേജാണ്. അപ്പം നിങ്ങളും ഇത് കണക്ക് തന്നെ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി, അതിന് ഉത്തരം തന്നിരിക്കും. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് മിസ്സാകാതിരിക്കുക. ഒരുപക്ഷെ ഇത് മൊബൈലിൽ ചിലപ്പോൾ ചെറുതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് അല്പം പ്രയാസം തോന്നാം. അപ്പോൾ മൊബൈലിൽ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൈവർ കഫേ പോയി തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉള്ളവർ അതിൽ തന്നെ ചെയ്യുക. അപ്പം നമുക്ക് ആ വീഡിയോ എങ്ങനെ അത് ഫോം സബ്മിറ്റ് ചെയ്യുന്നെന്നുള്ള ആ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മോറിൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്ത് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ പേജ് നമുക്ക് ഏതെങ്കിലും നമ്മുടെ ഒരു ഇമെയിൽ ID, ഞാൻ ഇമെയിൽ ID കൊടുക്കുകയാണ്. ഇമെയിൽ ID ഇവിടെ വന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുത്ത് നിങ്ങളുടെ ഇമെയിൽ ID എന്നാണെങ്കിൽ നിങ്ങളത് കൊടുക്കണം. ഞാൻ എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് നെക്സ്റ്റിൽ പോയി. ഇവിടെ ഈ ഒരു പേജിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ 2ാമത്തെ പേജിലേക്ക് പോവുക. അപ്പം നമ്മുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ മെയിൽ ഞാൻ തുറന്ന് നോക്കുകയാണ്. മെയിലിലൊരു വെരിഫിക്കേഷൻ കോഡ് വരും.
കൺഫേം യുവർ ഐഡന്റിറ്റി എന്നും പറഞ്ഞുകൊണ്ടുള്ള ഇവിടെ നമുക്ക് ആ ഇത് വന്ന് 159715 159715 159715 15 കോഡ് കൊടുത്ത് അപ്പോൾ അവിടുന്ന് മുന്നോട്ട് നീങ്ങി. അപ്പം അവിടെ നമ്മുടെ ഈ കോഡ് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പേജിലേക്ക് വരും. ഈ ഒരു പേജിൽ വരുമ്പോൾ ഈ മുകളിലത്തെ ഈ ഇമ്പോർട്ട് യുവർ പ്രൊഫൈൽ അത് വിട്ടേക്കണം, അപ്ലൈ വിത്ത് ലിങ്ക് അത് വിട്ടേക്കണം. അവിടുന്ന് താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ആദ്യം എഴുതേണ്ട ലാസ്റ്റ് നെയിമാണ്. ലാസ്റ്റ് നെയിം ആകുമ്പോഴത്തേക്ക് എൻ്റെ ലാസ്റ്റ് നെയിം തോമസ് ആണ്. പിന്നെ അത് റീജിയൻ എഴുതി, പിന്നെ ടൈറ്റിൽ എഴുതി. ടൈറ്റിൽ എഴുതി കഴിഞ്ഞിട്ട് മിഡിൽ നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇടാം, ഇല്ലെങ്കിൽ അത് വിട്ടേക്കണം. കാര്യം മിഡിൽ നെയിം ഇല്ല, നമുക്ക് മിക്കവർക്കും 2 പേരെ കാണത്തുള്ളൂ. നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ മിഡിൽ. ഇവിടെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ ഫോൺ നമ്പർ, ഇവിടെ മൊബൈൽ നമ്പർ നമ്മൾ ഇഷ്ടമുള്ള ഞാൻ ഏതെങ്കിലും ചെയ്യുകയാണ്. 56784912 4 6 2 4 6 8 9 1 ഇത് ഫോൺ നമ്പർ ഇട്ട് അവിടുന്ന് ഇവിടെ കൺട്രി ഇന്ത്യയാണ്. അത് ഞാൻ എടുത്ത് ഞാൻ അഡ്രസ്സ് കൊടുത്ത് അഡ്രസ്സ് ഇവിടെ എഴുതി. ഇൻഡോറിലെ ഞാൻ ഇൻഡോർ എന്ന് എഴുതി. മധ്യപ്രദേശ് സ്റ്റേറ്റ് അത് എടുത്ത് വീണ്ടും സിറ്റി ടൗൺ ഇൻഡോർ കൊടുത്ത് സിറ്റി ടൗൺ ഇവിടെ ഇൻഡോർ കൊടുത്ത് അവിടുന്ന് താഴെ വന്ന് അഡ്രസ് 3 മധ്യപ്രദേശ് കൊടുത്ത് വീണ്ടും സിറ്റി ടു ടൗൺ ഇൻഡോർ പിൻകോഡ് 452010 കൊടുത്ത് വീണ്ടും ഇവിടെ വന്ന് നെക്സ്റ്റിൽ പോയി. അപ്പോൾ ഇവിടെ 1-2 കാര്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്. ഈസ് യുവർ പ്രൊഫൈൽ കറൻ്റ്ലി അണ്ടർ റിവ്യൂ. അതായത് നമ്മൾ നേരത്തെ വല്ലതും കൊടുത്തിട്ടുണ്ട്, അവരുടെ റിവ്യൂവിലാണ് നമ്മുടെ പ്രൊഫൈലെങ്കിൽ അങ്ങ് യേസ് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് അപേക്ഷിക്കുക, അതുകൊണ്ട് നോ കൊടുത്തു. ഇവിടെ നോ കൊടുത്തു, നോ സെലക്ട് ചെയ്ത്. പിന്നെ ആർ യു റിലേറ്റഡ് ടു റെഫേർഡ് ബൈ എനിവൺ. ആരെങ്കിലും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അതോ നമ്മൾ തന്നെ ചെയ്തതാണ് ആപ്ലിക്കേഷൻ. ഇതിപ്പം ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും നോ കൊടുത്ത് വീണ്ടും മുന്നോട്ട് പോയി താഴോട്ട് സ്കോർ ചെയ്ത് ഹാവ് യു എവർ ലുക്ക്ഡ് SBI കാർഡ് ആസ് കോൺട്രാക്ടർ. ഇല്ല, അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. കാർഡ് ബിഫോർ, ഇതിനു മുന്നേ ഇല്ല, നമ്മൾ ചെയ്തിട്ടില്ല. വാട്ട് ഈസ് യുവർ നോട്ടീസ് പീരീഡ്. നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ അവരോട് ജോയിൻ ചെയ്യാൻ പറ്റും. അത് 0 to 15 നിങ്ങൾ തീർച്ചയായിട്ടും ഇതേ 0 to 15 കൊടുക്കാവുള്ളൂ, ഇത് കൂടുതൽ. ഡു യു ഹാവ് ഇനി എക്സ്പീരിയൻസ്. ഞാൻ എക്സ്പീരിയൻസ് എനിക്കില്ല, ഞാൻ പ്രഷർ എന്ന് എഴുതി. FRESHER പ്രഷർ എഴുതി. റീഅലോക്കേറ്റ് നമ്മൾ വേറെ ഇവിടെ ഏത് സ്ഥലത്താണെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാണോ, യെസ് എന്ന് എഴുതി. ഇവിടെ പ്രഷർ റീസൺ ഫോർ നമുക്ക് ഇത് പ്രഷറാണ്. അപ്പം പിന്നെ ജോലി ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾക്കൊന്നുമില്ല. റീസൺ ഫോർ ചേഞ്ച് കറണ്ട് ജോബ്. ഇനി അത് പ്രഷർ എന്ന് എഴുതിയാൽ മതി. കറണ്ട് വേരിയബിൾ പേ, നമ്മൾ എവിടെങ്കിലും ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഇത് ശമ്പളം കിട്ടും. ആ ശമ്പളം എത്രയാണെന്ന് ഇവിടെ എഴുതണം. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രഷർ എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 0 എന്ന് കൊടുത്താൽ മതി. പ്രഷറോ 0 ഏതെങ്കിലും കൊടുത്താൽ മതി നിങ്ങൾ. ഞാൻ 0 കൊടുത്ത് അവിടുന്ന് വീണ്ടും താഴോട്ട് പോയി. കറണ്ട് ഫിക്സ്ഡ് പേ ഡു നോട്ട് ഇൻക്ലൂഡ് എനി വേരിയബിൾ കോമ്പണന്റിലേക്ക് ബോണസ്. അത് യെസ് കൊടുത്തേക്കണം. കാര്യം നമുക്ക് ബോണസ് ഗീണസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കറണ്ട് ഡിസിഗ്നേഷൻ പ്രഷർ കൊടുത്ത് അവിടെയും പ്രഷർ കൊടുത്തേ. കാര്യം ഡിസിഗ്നേഷൻ നമുക്കില്ല, നമുക്ക് ജോലിയില്ല. ആർ യു കംഫർട്ടബിൾ ടു വർക്ക് സാറ്റർഡേസ് ആൻഡ് പബ്ലിക് ഹോളിഡേയ്സ്. സാറ്റർഡേ പബ്ലിക് ഹോളിഡേയ്സിൽ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാണ്. ഞാൻ യെസ് ഒന്ന് കൊടുത്ത് ഉണ്ടോ, ഇവിടെ യെസ് ഒന്ന് കൊടുത്ത്. പിന്നെ കറണ്ട് ഡിസിഗ്നേഷൻ ആൻഡ് ലെവൽ വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് പ്രഷർ കൊടുത്ത്. ആർ യു കംഫർട്ടബിൾ വർക്ക് സാറ്റർഡേ യെസ് കൊടുത്ത്
വാട്ട് ഈസ് യുവർ ടോട്ടൽ റിലിവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ്? ഞാൻ പ്രഷർ കൊടുത്ത് ഹൗ മെനി ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഡു യു ഹാവ്? പ്രഷർ കൊടുത്ത് വീണ്ടും നമ്മൾ നെക്സ്റ്റിൽ പോയി. ഈ പേജ് നിങ്ങൾ ആഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് അത് എന്നാണെന്ന് വെച്ചാൽ എഴുതണം. ആഡ് എഡ്യൂക്കേഷൻ, നിങ്ങളുടെ സ്കൂള് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ എടുത്തതിൻ്റെ കാര്യങ്ങൾ കൊടുക്കാനുള്ള ഞാൻ പെട്ടെന്ന് വേണ്ടിയിട്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഞാൻ താഴോട്ട് പോവുകയാണ്. ഇവിടെ വന്ന് വീണ്ടും നെക്സ്റ്റിൽ പോയി ഇവിടെ നമ്മുടെ റെസ്യൂം ഇടണം. ഞാൻ എൻ്റെ റെസ്യൂം ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്ലോഡ് റെസ്യൂമിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ എവിടെ റെസ്യൂം വെച്ചിരിക്കുന്നതെന്ന് നോക്കണം. ഇവിടെ ഞാൻ റെസ്യൂം അപ്ലോഡ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് റെസ്യൂം അപ്ലോഡായി. റെസ്യൂം അപ്ലോഡാകുന്നു, സേവ്ഡായി. ഇത് താഴോട്ട് വരണം. നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ഇത് കണക്കുള്ള ഇത് വരികയാണെങ്കിൽ നിങ്ങൾ അത് അവിടെ അവർക്ക് എന്തെങ്കിലും ശരിയായിട്ട് നമ്മുടെ കിട്ടിക്കാണത്തില്ല, അതുകൊണ്ടായിരിക്കും. അത് ചെയ്താൽ മതി. യു നീഡ് ടു ഓർ മോഡിഫൈ സം മോർ ബിഫോർ സബ്മിറ്റിംഗ്. ജെൻഡർ കൊടുക്കണം. ഞാൻ ജെൻഡർ കൊടുത്തില്ലായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഇവിടെ താങ്ക് യു ഫോർ യുവർ ജോബ് ആപ്ലിക്കേഷൻ റിജിൻ തോമസ്. റിജിൻ തോമസിൻ്റെ പേരിൽ ഞാൻ അപേക്ഷിച്ചത്. എൻ്റെ മോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അപേക്ഷിച്ചത്. അപ്പോൾ താങ്ക് യു ഫോർ അത് തന്ന് അസോസിയേറ്റ് BKYC സപ്പോർട്ട്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി എൻ്റെ മെയിൽ വല്ലതും വന്നോന്ന് നോക്കട്ടെ. ഉണ്ടോ? ഇവിടെ ഈ മെയിലും വന്ന് യുവർ റീസെൻറ്റ് ആപ്ലിക്കേഷൻ ഫോർ അസോസിയേറ്റ് BKC. We received your job application for associate BKC support. Your profile responded to your requirement. A member of our recruiting team will contact you. അപ്പം നിങ്ങൾ ഇത് കണക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ.